ആക്റ്റീവായിട്ടും പാസീവായിട്ടും ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഈ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം ഒരിടത്ത് ജോലി ചെയ്യുന്നു, അതിൻ്റെ കൂടെ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നു, അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു ആക്റ്റീവ് ഇൻകമാണ്, റൈറ്റ്? നമുക്കൊരു അഡീഷണൽ ഇൻകം കൂടെ ജനറേറ്റ് ചെയ്യുവാണ്. ഒരു പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവായിട്ട് ചിലപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ചെയ്യേണ്ടി വന്നാലും പിന്നെ അതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ആക്റ്റീവും പാസീവുമായിട്ട് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്താൽ നമുക്കുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സോഷ്യൽ സർക്കംസ്റ്റൻസ് പല റീസൺസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം കോവിഡിൻ്റെ ടൈമിലൊക്കെ പല സിറ്റുവേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല രീതിയിലുള്ളൊരു ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. ക്ലിയർ? അപ്പോൾ നമുക്കിപ്പോൾ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അതിന് 4 കാലുണ്ടാകുമ്പോഴാണ് അല്ലേ ആ ടേബിൾ നന്നായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 4 കാല് പോലെയാണ് നമ്മളൊരു ഇൻകം സോഴ്സിനെ കാണേണ്ടത്. അത് ആ കാലുകൾ നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സമയത്തും പല രീതിയിലും ചെറുതും വലുതും ആയിക്കോട്ടെ ബാങ്കിലോട്ട് ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.